അങ്ങനെ നമ്മുടെ മനോഹറിന്റെ വിവാഹ സമയം ആയിരിക്കുകയാണ്. മനോഹർ ആണെങ്കിൽ വാഷ്റൂമിൽ കയറി കഥ കടച്ച് നിൽക്കുകയാണ്. കാരണം മുന്നിൽ നമ്മുടെ കല്യാണി മേഘനയും ഉണ്ട്. എല്ലാം കുളമാവുന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അവരാണെങ്കിൽ ആട്ടി പായിക്കാൻ നോക്കിയിട്ട് പോകുന്നുമില്ല. അങ്ങനെ നമ്മുടെ മനോഹർ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ വിവാഹം നടക്കോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അതൊക്കെ പറയാനായിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മേഘനയോട് നമ്മുടെ കല്യാണി പറയുകയാണ്, മേഘനെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് നിൻ്റെ അനിയത്തിയുടെ കല്യാണം കണ്ടല്ലേ പറ്റൂ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ തലയിലുണ്ടല്ലോ ഈ സാരിത്തുമ്പ് പിടിച്ച് മറച്ച് വെച്ചിട്ട് നമുക്ക് മാറി എവിടെയെങ്കിലും നിന്നിട്ട് കല്യാണം കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ മേഘനയും നമ്മുടെ കല്യാണിയും കൂടി തലയിൽ ഇങ്ങനെ ഷോളൊക്കെ സാരിയുടെ തുമ്പൊക്കെ ഇട്ട് മറച്ചിങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിലാസിനി ഇങ്ങനെ എന്താ പറയുന്ന കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വരികയാണ്. എടീന്നൊരു വിളി അങ്ങ് വിളിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ മേഘന പേടിച്ച് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിലാസിനി പറയണേ, നീ മുഖം മറച്ച് വന്നു നിന്നാ ഞാൻ അറിയില്ലെന്ന് കരുതിയോടി, കുട്ടിക്കാലം മുതൽക്കായി ഞാൻ കാണുന്നതല്ലേ നിന്നെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ ഇപ്പം വന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ശപിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ വന്നത്. നീ നേരം വെളുത്തപ്പോൾ തൊട്ട് ലോകമായ ക്ഷേത്രങ്ങളിൽ അത്രയും നീ പോയിട്ടുണ്ടാവും എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. നീ എൻ്റെ മകളെ അനുഗ്രഹിക്കാനൊന്നുമല്ല ഇവിടെ വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് പൊയ്ക്കൂടേടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്നെ എൻ്റെ മകളുടെ വിവാഹം കാണാൻ ഞാൻ അനുവദിക്കില്ല, നീ ഇവിടെ നിന്ന് ഇപ്പം തന്നെ പോകണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും മേഘന നിന്ന് കരയുന്നതേ ഉള്ളൂ. അപ്പോൾ ശിവദാസൻ പറയാണ്, എന്തിനാ നീ അവളെ വിഷമിപ്പിക്കുന്നത്, അവൾ എന്തായാലും വന്നില്ലേ, ഇനി അവൾ കല്യാണം കണ്ടിട്ട് പൊയ്ക്കോട്ടെ വിലാസിനി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വിലാസിനി പറയാണ്, ദേ പോ മനുഷ്യ, എൻ്റെ അടുത്ത് നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത് കേട്ടോ, എൻ്റെ മകൾക്ക് പോലും ഇഷ്ടമല്ല ഇവൾ വരുന്നത്, പിന്നെ എന്തിനാ ഇവൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നിങ്ങനെ ചോദിക്കണം. എടി നീ എന്തിനാണ് ഇങ്ങനെ പിന്നാലെ നടക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇങ്ങനെ പിന്നാലെ നടന്നാലല്ലേ നിനക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയണേ, നക്കാപ്പിച്ചയോ, എന്ത് നക്കാപ്പിച്ച, ഇവൾക്കേ അങ്ങനെ എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചു പോവേണ്ട കാര്യമൊന്നുമില്ല. ഇവള് കോടതിയിൽ പോയാലുണ്ടല്ലോ അച്ഛൻ്റെ സ്വത്തിന് മക്കൾക്ക് തുല്യ അവകാശമാണ്. നിഷയ്ക്ക് കൊടുക്കുന്ന അതേ സ്വത്ത്, അതായത് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള മുഴുവൻ സ്വത്തിൻ്റെ നേർപകുതി ഇവൾക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ ഇവളെ കൂടുതൽ നിങ്ങൾ ചൊടിപ്പിച്ചാലുണ്ടല്ലോ നിങ്ങളത് അവൾക്ക് കൊടുക്കേണ്ടി വരും. കേസിന് പോകുന്നത് കാണണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് കല്യാണി പറയാണ്, എന്തായാലും ഇവൾ കല്യാണം കാണാനായിട്ട് വന്നതാണ്. ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കോണിൽ മാറി നിന്ന് ഇവൾ കല്യാണം കാണും. അതല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിയമപ്രകാരം പോയിട്ട് കോടതി വഴി ഇവൾ സ്വത്തുക്കൾ തിരിച്ച് മേടിക്കും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഉടനെ വിലാസിനി എന്താ ചെയ്യുന്ന ആകെ ഒന്ന് മെരുങ്ങുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ പുള്ളിക്കാരത്തേക്ക് സ്വത്ത് നഷ്ടപ്പെടും എന്നുള്ള പേടിയാവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ വിലാസിനി എന്നാലും വിട്ടുകൊടുക്കുന്നില്ല. വിലാസിനി പറയണേ, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലൊന്നും വന്ന് നിൽക്കരുത്, പൊയ്ക്കോളണം, ഇവിടെ ഞങ്ങളുടെ കല്യാണ മണ്ഡപമാണ്, ഞങ്ങളാണ് ഇന്നിവിടെ കല്യാണം ബുക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ പൂർണ്ണ അധികാരവും നമുക്കാണ്, അതുകൊണ്ട് ഇവിടെ എങ്ങും നിൽക്കരുത്, പൊയ്ക്കോളണം എന്ന് പറയണം. അപ്പോൾ കല്യാണി പറയണേ, അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ, നിങ്ങൾ ചിലപ്പോൾ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഇതിൻ്റെ മുന്നിൽ നിൽക്കരുതെന്നും പറയാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വിലാസിനി ചാടി തുള്ളിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശിവദാസൻ ചോദിക്കണം, എൻ്റെ മോളെ നീ എന്തിനാണ് മോളെ വന്നത്, നിനക്കറിയാലോ ഇവർക്ക് ആർക്കും നീ വരുന്നത് ഇഷ്ടമല്ലെന്നും നിഷയ്ക്ക് കൂടി നീ വരുന്നത് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ എൻ്റെ മോള് വന്നത്, ഈ ആട്ടുന്നുപ്പൊക്കെ കേൾക്കാനും കാണാനുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയാണ്, ഞാൻ പറഞ്ഞതാണ് ഇവളോട് വരണ്ടെന്ന്, പക്ഷെ എത്ര പറഞ്ഞാലും ഇവൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, ഇവൾ കേൾക്കില്ലല്ലോ, കാരണം ഇവൾക്ക് ഇവളുടെ അനിയത്തിയും എന്ന് പറഞ്ഞ ജീവനാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കല്യാണി പറയുകയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്കൊരു അച്ഛനുണ്ട്, അങ്ങേരക്ക് ജനിച്ചപ്പോൾ തൊട്ടേ എന്നെ ഇഷ്ടമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു, കുട്ടിക്കാലം തൊട്ട് ഈ അടുത്ത കാലം വരെ അങ്ങേരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷേ അത് കിട്ടിയിട്ടുമില്ല. ഒടുവിൽ എന്താണെന്നറിയാമോ, എനിക്കിപ്പോൾ അയാളോട് ഭയങ്കര വെറുപ്പാണ്, എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും അധികം വെറുപ്പ് അയാളോടാണ് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് മേഘനയെ ഒരുപാട് ഇഷ്ടമല്ലേ, പിന്നെ നിങ്ങൾക്ക് മേഘനയെ ഒന്ന് ഫോണിലെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശിവദാസൻ പറയണം, എൻ്റെ മോളെ അത് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ
ഞാൻ വിളിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ എൻ്റെ മോളോട് ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ മേഘനയുടെ വിവാഹം നടന്നതിനേക്കാൾ കേമമായിട്ട് ഇവളുടെ കല്യാണം നടത്താനായിട്ടിരുന്നതാണ്. പക്ഷേ അപ്പോഴാണ് ഇവൾ ഓടിപ്പോയത്. അതിൻ്റെ ഒരു പിണക്കമാണ് എല്ലാവർക്കും ഇവളോടുള്ളത്. അതിന് കാരണം ഉണ്ടാക്കിയത് ഇവൾ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി പറയണം, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, ഇനി അതേക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇവളെ വിഷമിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തൊക്കെ പറയാനും നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഇവൾ ജീവിക്കും. ഇവക്ക് ഒന്നിനും ഒരു കുറവും വരില്ല. നമ്മളുള്ളിടത്തോളം കാലം ഇവക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കളിപ്പിക്കാനും അതിന് താലോലിക്കാനൊക്കെ ഞങ്ങളുണ്ട്, അന്യരായ ഞങ്ങൾ. നിങ്ങളാരും ഇല്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ഒരു കുറവ് ഇവളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. ഇവക്കത് നല്ല വേദനയാണ് എന്നൊക്കെ പറയാണ് നമ്മുടെ കല്യാണി. അങ്ങനെ ശിവദാസൻ പറയാണ്, എന്തായാലും നിങ്ങൾ കല്യാണത്തിന് നിൽക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം നിഷ കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങളോട് എങ്ങനെ പെരുമാറുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളിവിടെ നിൽക്കുന്നതിൽ വേറെ വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവദാസനകത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ശിവദാസ് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ അവിടെ ഇങ്ങനെ വാലെ തീ പിടിച്ച കണക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശിവദാസൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഇവിടെ നിൽക്കുകയാണോ എന്നും പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മരുമകൻ ഇവിടെ വാഷ്റൂമിൽ നിന്നൊക്കെ വന്നില്ലല്ലോ, എന്ത് പറ്റി, കുറേ നേരം ആയല്ലോ പോയിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ എന്താണ് പറയുന്നത്, രാഹുൽ പറയാണ്, വരും, ഇനി സമയമുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശിവദാസൻ പറയാണ്, എൻ്റെ രാഹുലെ, എൻ്റെ ഗ്രഹപ്പിഴയ്ക്ക് ഞാൻ എൻ്റെ ഭാര്യയോടും മോളോടും ചെന്നിട്ട് എൻ്റെ മൂത്ത മോള് വന്ന കാര്യം ഞാനൊന്ന് പറഞ്ഞു പോയി. എല്ലാം തൊലച്ചു. അത് കേൾക്കേണ്ട താമസം വിലാസിനി നേരെ ഇങ്ങോട്ടേക്ക് വന്നു അവളെ ആകെ വിഷമിപ്പിച്ചു, വായി തോന്നുന്നതൊക്കെ പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രാഹുൽ ചോദിക്കുകയാണ്, അല്ല ആ കുട്ടിയുടെ വിവാഹം ആ കുട്ടി ആരുടെ ഇറങ്ങിപ്പോയതാണ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ, ഇറങ്ങിപ്പോയത് തന്നെയാണ്. പിന്നെന്താ വിവാഹം നടത്തി കൊടുക്കാതിരുന്നത്? പയ്യൻ എന്താ മോശം സ്വഭാവക്കാരനായിരുന്നോ എന്നിങ്ങനെ രാഹുൽ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശിവദാസൻ പറയണേ, അങ്ങനെ മോശം സ്വഭാവക്കാരനൊന്നും ആയിരുന്നില്ല, നല്ല മനുഷ്യനായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു. പിന്നെന്തായിരുന്നു വിവാഹം നടത്തി കൊടുക്കാനുള്ള പ്രശ്നം, തടസ്സം എന്തായിരുന്നു എന്നിങ്ങനെ രാഹുൽ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ശിവദാസൻ പറയുന്നത്, അത് മറ്റൊന്നുമല്ല, പയ്യൻ്റെ സ്വഭാവമൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ അവർ വെറും സാധുക്കളാണെന്നേ, വെറും പാവപ്പെട്ട വീട്ടിലെ ചെറുക്കനാണ്, അതുകൊണ്ടാണ് പിന്നെ ആ ഒരു ബന്ധം വേണ്ടെന്ന് വെച്ചത്. അപ്പം നമ്മുടെ രാഹുൽ പറയാണ്, ഏടോ ശിവദാസ, ഇന്നത്തെ കാലത്തുണ്ടല്ലോ നല്ല സ്വഭാവമുള്ള ആൺകുട്ടികളെ മരുമക്കളായിട്ട് കിട്ടാനാണ് ഏറ്റവും കൂടുതൽ പാട്. പിന്നെ സാമ്പത്തികം ഇപ്പോൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം സമ്പത്തുണ്ടല്ലോ, അതങ്ങോട്ട് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നമ്മളവരെ ഹെൽപ്പ് ചെയ്താൽ മാത്രം പോരെ. നല്ല സ്വഭാവമുള്ള മരുമക്കളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പുണ്യം ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശിവദാസൻ പറയണ, എന്തായാലും ദൈവാദിനം കൊണ്ട് എൻ്റെ റോണി മോനാണെങ്കിൽ നല്ല സ്വഭാവമാണ്, പയ്യനുണ്ടല്ലോ ആരുടെയും മുഖത്ത് നോക്കില്ല, അത്രയ്ക്ക് സ്വഭാവമാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ രാഹുൽ മനസ്സിൽ പറയണ, എനിക്കറിയാം, ആരുടെ മുഖത്തൊന്നും നോക്കില്ല കല്യാണരാമൻ എന്നിങ്ങനെ മനസ്സിൽ പറയണം നമ്മുടെ രാഹുൽ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ശിവദാസൻ പറയണ, എന്തായാലും എൻ്റെ മോളുടെ ഭാഗ്യമാണ്. അല്ല ഞങ്ങളുടെ മരുമകനുണ്ടല്ലോ അമേരിക്കയിലാണ് അവന് ജോലി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ രാഹുലിൻ്റെ മരുമകനും അമേരിക്കയിലല്ലേ, അപ്പോൾ അവർക്ക് തമ്മിൽ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഉടനെ രാഹുൽ പറയണം, അതെ അവർക്ക് തമ്മിൽ നല്ല അറിവാണ്, തമ്മിൽ നല്ല പരിചയമാണോടോ? അതേന്നേ, അവർ രണ്ടുപേരും താമസിക്കുന്നത് തൊട്ടടുത്ത ഫ്ലാറ്റുകളിലാണ്, അതുകൊണ്ട് അവർക്ക് നല്ല പരിചയമുണ്ട്. എന്നോട് എൻ്റെ മരുമകൻ അത് പറയുകയും ചെയ്തു. അപ്പോൾ ഉടനെ അത് കേൾക്കുമ്പോൾ ശിവദാസൻ പറയണം, എടോ രാഹുലേ, ഞാനും താനും ബെസ്റ്റ് ഫ്രണ്ടല്ലേ, അതുപോലെ തന്നെ അവരും ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. ഇത് നമ്മുടെ ഭാഗ്യം തന്നെയാണോ, നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് വരുന്ന മരുമക്കളും ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നു എന്നുള്ളത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് എന്നങ്ങ് പറയുകയാണ് നമ്മുടെ രാഹുൽ. അങ്ങനെ അപ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ രാഹുൽ പറയാണ്, എൻ്റെ മരുമകനെ പറ്റി തൻ്റെ മരുമകൻ്റെ സ്വഭാവം എങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശിവദാസൻ. അപ്പോൾ ഉടനെ നമ്മുടെ രാഹുൽ പറയണേ, അവനുണ്ടല്ലോ MMW കഴിഞ്ഞിട്ടാ അവൻ പോയതെന്ന് പറയാണ്. അപ്പോൾ ചോദിക്കണേ, MMW അതെന്തുവാടോ, MBA പോലെ വലിയൊരു ഡിഗ്രി ആയിരിക്കും അല്ലേ എന്നിങ്ങനെ ശിവദാസൻ ചോദിക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയണേ, അതെ മാരേജ് ആൻഡ് മാസ്റ്റേഴ്സ് ആൻഡ് മാരേജ് വുമൺ
എന്നാടോ അതിൻ്റെ മൊത്തത്തിലുള്ള പേര് എന്നിങ്ങനെ രാഹുൽ പറയുകയാണ്. അപ്പോൾ ചോദിക്കണം അതെന്ത് ഡിഗ്രി, അത് നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രാഹുൽ മനസ്സിൽ പറയുകയാണ്. അപ്പോൾ ഇതാണ് എന്നുള്ളത് പുള്ളിക്കാരൻ മനസ്സിൽ പറയുകയാണ്. അപ്പോൾ ഉടനെ ചോദിക്കണം അതെന്താണ് ആ ഡിഗ്രിയുടെ പേര്, ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ, അതായത് MMW എന്നുള്ളത്. അപ്പോൾ ഉടനെ രാഹുൽ പറയണം അതേക്കുറിച്ചാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശിവദാസൻ പറയണേ എടോ സമയമായിടോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവദാസൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ഈ ശിവദാസൻ പോകുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ രാഹുൽ മനസ്സിൽ പറയണം പോടോ ചെല്ല് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞാനും ഇതുപോലെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിലത്ത് ചവിട്ടാതെ നടന്നതാ. ഇപ്പോൾ എനിക്ക് നിലത്ത് ചവിട്ടാൻ കാല് വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടടിക്കുന്നു. അത്രയ്ക്ക് എൻ്റെ മരുമോൻ്റെ വീരസാഹസങ്ങൾ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ രാഹുൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ മുഹൂർത്തമൊക്കെ ആവാറാവുകയാണ്. അങ്ങനെ നമ്മുടെ രാഹുൽ ഇങ്ങനെ നിന്നിട്ട് നോക്കുമ്പോൾ കാണുകയാണ് നമ്മുടെ കല്യാണിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ രാഹുൽ പെട്ടു. രാഹുലിന് മനസ്സിലാവുകയാണ് ഈശ്വര ഇനി എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു കടമ്പ ഇവ എങ്ങനെ കടക്കുമോ എന്തോ, കല്യാണി പോകുന്ന ലക്ഷണമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാഹുൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാഹുൽ നേരെ ശിവദാസൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശിവദാസനോട് ചോദിക്കണേ എടോ ശിവദാസ ദേ ആ മേഖലയും കല്യാണിയും കൂടി വന്നിട്ടുണ്ട്. അവർ പോയിട്ടില്ല, തൻ്റെ ഭാര്യ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയിട്ട്. ഇനിയിപ്പോൾ താൻ ചെന്നിട്ട് അവരെ പറഞ്ഞു വിട്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയും മകളും ഇവിടെ സീനുണ്ടാക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശിവദാസൻ പറയണേ ഇല്ലടോ, ഞാൻ ആ ദ്രോഹം അവരോട് ഒരിക്കലും ചെയ്യത്തില്ല. എന്തായാലും കല്യാണം കൂടാനായിട്ട് ആഗ്രഹിച്ച് വന്നതല്ലേ, അവർ കൂടിയിട്ട് പൊയ്ക്കോട്ടേടോ, എവിടെയെങ്കിലും മാറി നിന്ന് കണ്ടോട്ടെ കല്യാണം. ആരെല്ലാം കല്യാണം കാണാനായിട്ട് വരുന്നു, പിന്നെ അവരെന്തിനാട്ടിപ്പായിക്കുന്നത്? അയടോ അത് തൻ്റെ ഭാര്യയും മകളും, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവരെന്ത് വേണേലും ചെയ്തോട്ടെ, എന്തായാലും ഞാനായിട്ട് അവരെ ഇറക്കി വിടില്ല, അവരവിടെ നിന്ന് കണ്ടോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ബഹാസുരന് ടെൻഷൻ ആവുകയാണ്. കാരണം മനോഹറിൻ്റെ കാര്യം പൊളിയുകയാണെങ്കിൽ തീർച്ചയായും മനോഹർ നമ്മുടെ ബഹാസുരൻ്റെ കാര്യവും പൊളിക്കുമെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് നമ്മുടെ ബഹാസുരൻ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സനൽ ഫോൺ വിളിക്കുകയാണ് നമ്മുടെ രാഹുലിനെ. അപ്പോൾ രാഹുൽ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഉടനെ പറയണേ എടോ ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയാമോ, തൊട്ട് മുന്നിൽ ആ കല്യാണിയും അതുപോലെ മേഘനയും കൂടി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാനും മനുവും തമ്മിലുള്ള ബന്ധവും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം താൻ മാനേജ് ചെയ്തോളണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ബഹാസുരൻ പറയണ എനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ, കാരണം ഞാൻ പെട്ടുപോയില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൂജാരി പറയുകയാണ് വിവാഹ മുഹൂർത്തമായല്ലോ, പയ്യൻ ഇതുവരെ വന്നില്ലല്ലോ, പയ്യനെ വിളിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പയ്യൻ നോക്കുമ്പോൾ ഇറങ്ങി വരികയാണ്. എൻ്റെ പൊന്നോ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്, മുഖത്തൊക്കെ മുല്ലപ്പൂ മാലകളൊക്കെ ഇട്ട് മുഖം മൊത്തവും മറച്ചിട്ട് തലപ്പാവൊക്കെ വെച്ച് അതിസുന്ദരനായിട്ട് വന്നിരിക്കുകയാണ്. സൗന്ദര്യം പക്ഷേ മുഖത്ത് കാണാൻ പറ്റുന്നില്ല, പൂമാലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ വരികയാണ് നമ്മുടെ മനോഹർ വന്നിട്ട്. അപ്പോൾ മനോഹറിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണി മേഘനയോട് പറയണേ നോക്ക് പയ്യൻ നോർത്ത് ഇന്ത്യയിലുള്ളതാണോ, പയ്യൻ്റെ മുഖമൊക്കെ മറച്ചിരിക്കുന്നു, പൂമാലയൊക്കെ വെച്ചിട്ട്, ആ ഭാഗത്താണല്ലോ സാധാരണ ഇങ്ങനെയൊക്കെ മുഖം മറച്ച് കല്യാണം. അപ്പോൾ ഉടനെ മേഘന പറയണേ എന്നോട് പറഞ്ഞിരുന്നത് പയ്യൻ മലയാളിയാണെന്നാണ് പറഞ്ഞിരുന്നത്, ഇനി അവിടെയാണോ എന്തോ സ്ഥിരതാമസം എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ വരികയാണ്. മനോഹർ വന്ന് മണ്ഡപത്തിലിരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ നിഷയും വന്ന് നമ്മുടെ മനോഹറിൻ്റെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിഷയെ മനോഹർ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ഒതുക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സൈറ്റൊക്കെ അടിക്കുന്നുണ്ട്. അതിനുശേഷം അവരങ്ങനെ ഇരിക്കുന്ന സമയത്തിന് നമ്മുടെ കല്യാണിയും നമ്മുടെ മേഘനയും കാണുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ് പയ്യൻ്റെ മുഖം കാണാൻ വയ്യല്ലോ, ഇങ്ങനെ മാലയൊക്കെ ഇട്ട് മറച്ചിരിക്കുന്നുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂജാരി നമ്മുടെ മാല പൂജിച്ച്, അതായത് താലിമാല പൂജിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുക്കാൻ നേരത്ത് നമ്മുടെ ബഹാസുരനാണ് വാങ്ങിക്കുന്നത്. ബഹാസുരൻ വാങ്ങിച്ചിട്ട് നമ്മുടെ മനോഹറിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ വിവാഹം കഴിക്കുകയാണ്. നമ്മുടെ മേഘനയെ സിന്ദൂരമൊക്കെ അണിയിച്ചു കൊടുക്കുന്നു, പരസ്പര ഹാരങ്ങളൊക്കെ ഇടുകയാണ്. അങ്ങനെ അവർ ഒന്നാവുകയാണ്. അപ്പോൾ ബഹാസുരന് മനസ്സിൽ പറയുകയാണ് ഈശ്വര ഈ പെൺകുട്ടിയുടെ ജീവിതവും നശിച്ചു, എന്തായാലും എൻ്റെ മോളതും നശിച്ചു, എന്തായാലും ഇത് ഇനി എവിടെ ചെന്ന് എന്തോ ഇങ്ങനെയാണെങ്കിൽ എന്നിങ്ങനെ നമ്മുടെ ബഹാസുരൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. നമ്മുടെ വധൂവരന്മാർ പരസ്പരം കൈകോർത്ത് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണിയും മേഘനയും കൂടി പുറത്തേക്ക് പോവുകയാണ്.
അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മേഘനയ്ക്ക് നല്ല വിഷമം. മേഘന പറയാണ്, എനിക്ക് എനിക്ക് പയ്യൻ്റെ മുഖമൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ കല്യാണി പറയണം, മുഖം കണ്ടില്ലെങ്കിൽ എന്താ, വിവാഹം കണ്ടില്ലേ, പിന്നെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മേഘന പറയാണ്, എന്നാലും എന്ത് ചെയ്യാനാ, നീ ഒരു കാര്യം ചെയ്യ്, നിഷയുടെ ഏതെങ്കിലും കൂട്ടുകാരികളെ വിളിച്ചിട്ട് ഫോട്ടോ ഇട്ട് തരാൻ പറ പയ്യൻ്റെ. അതൊക്കെ ഞാൻ ശ്രമിച്ചതാണ്, പക്ഷേ അതിനൊക്കെ വിലക്കി വെച്ചിരിക്കുകയല്ലേ എല്ലാവരും, അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ കല്യാണി എന്താണ് പറഞ്ഞത്, നമ്മുടെ മേഘനയെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും നീ വിവാഹം കണ്ടില്ലേ, അതുകൊണ്ട് സന്തോഷമായിരിക്കും, ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ പറ്റും, അപ്പം നിനക്ക് മുഖം കാണാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ മേഘനയെ. അങ്ങനെ എപ്പിസോഡ് തീരാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു, ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ മൗനരാഗം സീരിയൽ ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.